പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പൊ ചില സ്ഥലങ്ങളെ എക്സ്ട്രാ എനർജി ആവശ്യമുണ്ടാകും. ഇപ്പം എന്താ സംഭവിക്കണം, ചിലർക്ക് ഉടമ്പടി എടുക്കും, പക്ഷേ ഈ എക്സ്ട്രാ എനർജി ടാപ്പ് ചെയ്യേണ്ട ആ ഫോർമുലകളൊന്നും ആൾക്കാർ ശ്രദ്ധിക്കത്തില്ല. അവർ ഉപ്പിടാൻ പറഞ്ഞ് കൊണ്ട് ഉപ്പിടും, അതല്ല അത് വർക്ക് ചെയ്യത്തില്ല ഒരിക്കലും. അത് പ്രയോഗമാണെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വാസം ആദ്യം പ്രഖ്യാപിക്കണം നമ്മൾ. ഇനി അവിടെ പോയി നിന്ന് പ്രഖ്യാപിക്കാൻ പറ്റുകയില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് സമയമെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പോകേണ്ടത്. ഞാനൊരു പണ്ടേ ഈ മദ്യനിരോധന സമിതിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഒരു ദിവസമൊക്കെ 7 ഷാപ്പിന് വാദിക്ക് സമരം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് 90കളിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഇടവകയിൽ തന്നെ 80 പേര് ഒറ്റ ഇരിപ്പിൽ കുടിക്കണ വലിയൊരു അന്നത്തെ ചാരായ ഷാപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷാപ്പുകളും സമരം ചെയ്ത് അടപ്പിച്ചു, പിക്കറ്റ് ചെയ്തും അതുപോലെ തന്നെ എക്സൈസ് ഓഫീസ് വളഞ്ഞും ജനങ്ങൾ 800 പേരെയും കൊണ്ടൊക്കെയാണ് ഞാൻ സമരത്തിന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു ഷാപ്പിൽ നടക്കണില്ല, ഒരു പരിപാടി നടക്കണില്ല. ജനത്തിനെ കൊണ്ട് എന്നാൽ അവരെന്നാ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ വലിച്ച് പുറത്ത്, അവരുടെ ആൾക്കാർക്ക് പുറത്ത് 70 പേരുണ്ട്. അവർ ഇവരുടെ പൈസ കിട്ടിയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കണം. പോലീസ് വന്നാലും പറഞ്ഞു കൊടുക്കും, പട്ടാളം വന്നാലും പറഞ്ഞു കൊടുക്കും. ഇനി ജനങ്ങളെയും കൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ തന്നെ അവരുടെ വീടിനെ കല്ലെറിഞ്ഞിട്ട് നമ്മുടെ പേരിൽ കേസ് കൊടുക്കും, നമ്മളകത്താകും. പല പരിപാടികളുണ്ട്. കാരണം ആ ജനങ്ങളെയും കൊണ്ട് അവിടെ പോണത് എനിക്ക് അത്രയ്ക്ക് പന്തിയായിട്ട് തോന്നിയില്ല. പക്ഷേ ഇത് പോണമെന്ന് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാ പറയണ്ടേ. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ഞാൻ ഈ വിഷയം പറഞ്ഞില്ല. ഞാൻ ആ ഷാപ്പിൽ പോണ കാര്യം, സന്ധ്യക്കാണ് പോണത്, അവിടെ സന്ധ്യക്കാണ് ആൾക്കാരുള്ളത്. ആ ഷാപ്പിൽ പോണ കാര്യം അവരാണെങ്കിൽ വടുതിരി ആയുധമായിട്ട് കരുതലുള്ളവരുടെ എല്ലാ കാര്യത്തിലും. അപ്പം ഞാൻ അവിടെ പോണ കാര്യം ആരോടും പറഞ്ഞില്ല. പറയാതെ ഞാൻ എന്ത് ചെയ്ത്, മുറി ഇരുന്ന് എൻ്റെ മേട ഇരുന്നുകൊണ്ട് കുറേ ജോമാല ചൊല്ലി. എന്നിട്ട് വികാരിച്ചനെന്നുണ്ട്, ഞാൻ അന്ന് അസ്തേന്തി അച്ഛനാണ്. വികാരിച്ചനോടും പോലും പറയാതെ ഒരു മനുഷ്യനോടും മിണ്ടാതെ ഈ ജവമാനം ചൊല്ലി 1 കിലോമീറ്റർ കഴിയുമ്പോൾ കടലാണ്. കടലിൻ്റെ അപ്പുറത്ത് സീവാളുണ്ട്. സീവാളം കടന്ന് ഞാൻ അപ്പുറത്തെത്തി. അവിടുന്ന് പിന്നീട് 2 ജവമാല ഒറ്റക്ക് ചൊല്ലി. അപ്പോൾ സന്ധ്യയെ വരുന്നുണ്ട്. ഈ ഷാപ്പിൻ്റെ നേരെയായിട്ട് 4ാമത്തെ ജവമാല ചൊല്ലി ഞാൻ ഷാപ്പിൽ കയറി. അപ്പോൾ ഇത് ആ സമയം മുഴുവനും അത് വിശ്വാസ പ്രയോഗം എന്ന് പറയും. വിശ്വാസ പ്രയോഗം. ഞാൻ ചെല്ലുമ്പോൾ അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ എന്നെ കണ്ടു എല്ലാവരും കുറച്ച് പേര് എഴുന്നേറ്റ് കുറച്ച് പേര് കുടിക്കണം, ഇങ്ങനെ എന്താ ഇവിടെ കാര്യം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് ആ രീതിയിലാണ്. നമ്മളെപ്പോഴും ഞാൻ അച്ഛനാണല്ലോ, ലോഹ ഇട്ടിരിക്കണമല്ല, ഷാപ്പിൽ പോകാവാ, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇസ്തിരിയൊക്കെ ഇട്ടുകൊണ്ട് വീട്ടിൽ അവിടെ ഇരുന്നുകൊണ്ട് വല്ല പ്രാർത്ഥന പുസ്തകമൊക്കെ ചൊല്ലിയിട്ട് ആൾക്കാരെ ആശ്രയിച്ച് കുമ്പസാരിപ്പിച്ചൊക്കെ വേണമെങ്കിൽ ഒരു വികാരി അച്ഛനായിട്ട് ജീവിക്കണമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പള്ളിയിൽ ആൾക്കാരും ചോദിക്കത്തില്ല, ആരും ചോദിക്കത്തില്ല. പക്ഷേ ജനങ്ങൾ നശിക്കുന്നതിന് ആരും ഉത്തരവാദിത്വം എടുക്കത്തില്ല. അപ്പം ജനങ്ങളെ നശിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ദൈവം മാത്രമേ നമ്മുടെ കൂടെ വരത്തുള്ളൂ. വേറെ ആരെയും നമ്മൾ പ്രതീക്ഷിക്കണില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആരെയും. അപ്പോൾ ഞാൻ ഈ ഷാപ്പിൽ ചെന്നിട്ട് ഞാൻ ഈ ഷാപ്പുകാരോട് പറഞ്ഞ് ഇത് അടക്കണം. നാട്ടിലുള്ള എല്ലാ ഷാപ്പും അടച്ചു. ഇപ്പോൾ ഇവിടെയാണ് എല്ലാവരും വന്ന് കുടിക്കണത്. കുടുംബങ്ങൾ ഇത് കഴിയുമ്പോൾ കുടുംബപ്രാർത്ഥനയില്ല, ഭർത്താവ് ഭാര്യയെ തല്ലി, മക്കളെ തല്ലി, അവരുടെ പഠനം കുളമാക്കി നാട് നശിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആ മനുഷ്യർ എന്നോട് പറയണേ ഞാൻ ഇപ്പം അടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി ഇപ്പം അടക്കാമെന്ന് പറഞ്ഞപ്പോൾ. എന്നിട്ടെന്താ പറഞ്ഞത്, എനിക്ക് 8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്, കടമുണ്ട്, അതിങ്ങോട്ട് തരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് 5 പൈസയില്ല, ഞാനത് നിങ്ങളുടെ കാശ് തന്ന് ഷാപ്പ് അടപ്പിക്കാൻ വന്നതല്ല, ഞാൻ ദൈവനാമത്തിൽ വന്ന ആളാണ്, ഞാൻ പോകണമെന്ന് പറഞ്ഞു പോകുന്നു. ദൈവനാമത്തിൻ്റെ പ്രശ്നം അതാണ്. ഞാൻ ദൈവനാമത്തിൽ വന്ന ആളാണ്. ഞാൻ എന്നോട് പറയാനുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ നടന്ന് പള്ളിയിലെത്തിയപ്പോൾ 1 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ഉണ്ട് പള്ളിയിലോട്ട്. അതിൽ ഉള്ള ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. രാത്രി 2 മണിയായപ്പോൾ പടപടാന്ന് മുട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇരുമ്പോഴിയുടെ സ്വരമൊക്കെ കേൾക്കാൻ തുടങ്ങി ഞാൻ. അപ്പോൾ ഞാനടുത്ത് ഇവരെന്നെ തട്ടാമെന്നാണെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത്, വാല് തുറന്നില്ല, 2 മണിക്കാണ്, വാല് തുറന്നില്ല. വാല് തുറക്കാതെ ഞാൻ വെയിറ്റ് ചെയ്ത്. അപ്പോൾ ഒരു പരിചയമുള്ള ആളെൻ്റെ സ്വരം കേട്ട്, എൻ്റെ പേര് കുഞ്ഞുഞ്ഞെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അടി കൊണ്ടാലും പരിചയമുള്ള ഒരാളുണ്ടല്ലോ. അപ്പം ഞാൻ വാല് തുറന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛൻ എന്താണ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞു.
ഞാൻ എന്ത് ചെയ്ത്? ഒന്നും ചെയ്യില്ല, ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോന്നു. അച്ഛൻ പോന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പുതിര അടിയായെന്ന്. പുതിരടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കായിരുന്നു, അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ ഷാപ്പിൽ തെറി നടക്കണേ, എന്നെ തെറി പറഞ്ഞതാണ്. അപ്പോൾ അവിടെ തെറി കേൾക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഇത്രയും നാൾ അവർ ഷാപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, അരിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച്. അപ്പം പക്ഷെ കാലാവസ്ഥ മാറിപ്പോയി. അവർ വന്ന് ഇവരോട് തെറി നിർത്താൻ പറഞ്ഞ് അവർ നിർത്തിയില്ല. ഇവരുടെ കാശ് തന്നെ മേടിച്ചാണ് അവർ ജീവിക്കണേ. ഇപ്പം ഇവരുടെ മേക്കെട്ട് കയറാമെന്ന് ഇവർ സമ്മതിക്കുക, തമ്മിൽ കുടിപ്പിടുത്തമായി. അവിടെ കൊടുത്ത് ആൾക്കാർ കൂടി ഇവിടെയും കൊടുത്ത് ഒരു 10 മണി വരെ അടി നടന്ന്. അടി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരെ കേസ് കൊടുക്കുമെന്നാ മറ്റേ അറിഞ്ഞപ്പോൾ അടി കൊണ്ടവരും അടിച്ചവരും എല്ലാം കൂടി കുറേ പേര് ഷാപ്പിനെതിരെയുള്ളവർ എൻ്റെ അടുത്ത് വന്നു. ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന്. അപ്പം ഞാൻ തന്നെ അപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇപ്പം എനിക്ക് മനസ്സിലായി മാതാവ് കാര്യം ഏറ്റെടുത്ത്. മാതാവ് എന്ന് പറഞ്ഞത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കൃപാസനം മാതാവിലേക്ക് എങ്ങനെ വരണത്, ഇങ്ങനെ കുറേ നാൾ ദൈവമായിട്ട് സത്യസന്ധമായി ജീവിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് മനസ്സിലാവും നമ്മൾ പറ്റിയ പുള്ളിയാണെന്ന്. അതാണ് വിഷയം. ഒരു മാനവും നോക്കാതെ, ആളെയും നോക്കാതെ കർത്താവിന് വേണ്ടി ഒറ്റക്കാണെങ്കിൽ പൊരുതുന്ന ആളാണെന്ന് ദൈവത്തിന് വിശ്വാസം ഉണ്ടാകണം. നിങ്ങൾ പത്രം കൊടുക്കാൻ പോകുമ്പോഴും രോഗികളെ കാണാൻ പോകുമ്പോഴും ദൈവത്തിൻ്റെ പടയാളിയാണ് നിങ്ങളെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാകണം. ദൈവത്തിന് വേണ്ടി പൊരുതി മരിക്കാമെന്ന ആളാണ് ഞാനെന്നുള്ള കാര്യം ദൈവത്തിന് തോന്നുന്നെങ്കിൽ ദൈവം ഒരു പ്രാവശ്യമില്ല, ഒരു 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെടാൻ തയ്യാറാണ്. കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ സത്യസന്ധതയാണ് വേണ്ടത്. ഉടമ്പടി എടുക്കുന്നവർക്ക് ഈ സത്യസന്ധത വേണം. അല്ല എന്തെങ്കിലും വയറ്റിപ്പഴപ്പ് നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ കണ്ണിപ്പോൾ ഇടാൻ വേണ്ടി 2 10 അവിടെയും കൊടുത്ത് 2 ഉപ്പ് ഇവിടെ ഇട്ട് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ ആദ്യം നിങ്ങൾ പ്രൂവ് ചെയ്യണം, നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണെന്ന് പ്രൂവ് ചെയ്യണം. ഇപ്പം എന്നാ പറ്റി, ഞാനപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് ഇത്രയും ആൾക്കാരുണ്ട്, അപ്പോൾ അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അവരാണ് അടി ഉണ്ടാക്കിയത്, ഇവരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും വെളുപ്പിനെ, അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേസാക്കിയത്. അത് കേസാക്കിയത് കൊണ്ടാണ് ഇവരെ കേസിലാക്കാതിരുന്നത്. ആ ബുദ്ധി എനിക്ക് ആ സമയത്ത് ദൈവം തോന്നിച്ച്. രാത്രി 2 മണിയാണെങ്കിലും ആ സമയത്ത് വർക്കൗട്ട് ചെയ്ത് അങ്ങനെ വന്നപ്പോൾ എന്നാ വേദി, പിറ്റേ ദിവസം ഞാൻ കുർബാനം കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി ഷാപ്പിൽ പോയിട്ട് അവിടെ ఉన్న ആൾക്കാരെ കൂട്ടിയിട്ട് ആ ഷാപ്പിന് 2 വാതിക്കലും ധർണയിരുത്തി 41 ദിവസം ആൾക്കാരിരുന്ന് 41 ദിവസം ആ സാധനം പൂട്ടിപ്പോയി. അപ്പോൾ ചില പൊരുതുകൾ വന്നു കഴിഞ്ഞാൽ, തിന്മയുടെ ശക്തിക്കെതിരെ പൊരുതുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആധ്യാത്മികത ഒരു പ്രാർത്ഥനാ വിഷയമായി പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നിട്ട് കാശിന് കൊള്ളാത്ത കുറേ ജന്മങ്ങൾ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ദൈവദിവസത്തെ കണ്ണീരിട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് സഭ മാറുകയും, ദാറ്റ് ഇസ് നീതിക്ക് വേണ്ടി പീഡകൾ അനുഭവിക്കുന്ന ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി എനിക്കിവിടെ അമ്മയുടെ സാക്ഷിയാകാൻ എനിക്കൊരു അവസരം തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയോടുകൂടി. എൻ്റെ പേര് ജിജി. ഞാൻ കായംകുളത്തിനടുത്തുള്ള ദേവികുളങ്ങര എന്ന സ്ഥലത്താണ് വരുന്നത്. അപ്പം ഞാൻ 2024 ഫെബ്രുവരി 10-ാം തീയതിയാണ് ഇവിടെ ആദ്യമേ ഉടമ്പടി എടുക്കാനായി എത്തുന്നത്. ഒരുപാട് മാനസികമായുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇടയിൽ നിന്നുമാണ് ഞാൻ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഞാനൊരു നേഴ്സാണ്. ദേവികുളങ്ങര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കരാർ അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോലിക്കൊരു സ്ഥിരതയില്ല. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം മാതാവിനോട് ഞാനിവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ ജോലിക്കൊരു സ്ഥിരത തരണം.
അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും സമാധാനവും ശാന്തിയും നിലനിർത്തി തരണം. ഇതിനുവേണ്ടി ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായി എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ 12 വർഷമായിട്ട് ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് തോന്നിയിട്ട് എനിക്കെന്നാൽ വേറൊരു ജോലിയെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴിയാണ്, നേഴ്സസ് പേജ് എന്നൊരു ഓൺലൈൻ വഴിയാണ് ഞാൻ പല വേക്കൻസികളും നോക്കി. അതിൽ നിന്നും ഉചിതമായ കുറേ ആപ്ലിക്കേഷൻസുകളൊക്കെ അയച്ചു. പലരിൽ നിന്ന് റിപ്ലൈ വന്നെങ്കിലും എനിക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു മറുപടി എങ്ങും നിന്നും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജൂൺ 26-ാം തീയതി എനിക്ക് ഒരു ഏജൻസി വിളിക്കുന്നു. അവർ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പം അവിടെ അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു 29-ാം തീയതി കോട്ടയത്ത് വെച്ചും എറണാകുളത്ത് വെച്ചും ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഉചിതമായ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ചോയ്സ് ചെയ്യാം. അങ്ങനെ എനിക്ക് എളുപ്പം കോട്ടയം ആയത് കാരണം ഞാൻ കോട്ടയം ചോയ്സ് ചെയ്തു. സത്യത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ കാരണം ഇങ്ങനൊരു ഒരു ജോലിയിൽ ഇരിക്കുകയാണ്. അപ്പം വേറൊരു ജോലിയെപ്പറ്റി ഞാൻ വീട്ടിലൊന്നും പറയുന്നില്ല. എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോളൂ, അത് പുറത്തേക്ക് പോകാൻ വേണ്ടി വീട്ടിലൊരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പുറത്തേക്ക് വിടാൻ പലയിടത്തു നിന്നും പല ബുദ്ധിമുട്ടുകളും പറയുന്ന കാരണം ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് ഞാൻ നാട്ടിൽ തന്നെ തുടരാം എന്നുള്ളൊരു രീതിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഒരു വിഷമം കാരണം വീട്ടുകാരിൽ നിന്ന് സമ്മതം വന്നു, പുറത്തേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ അതിനുവേണ്ടി ശ്രമിച്ചോളൂ എന്നുള്ളൊരു അനുമതി കിട്ടി. എങ്കിൽ പോലും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. എൻ്റെ ചേച്ചി ഞാനും കൂടിയാണ് ഒരു ഞായറാഴ്ച ഇൻ്റർവ്യൂവിന് ചെന്നു. ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്കുള്ളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ആ ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് 15 പേരായിരുന്നു ഇൻ്റർവ്യൂവിലുണ്ടായിരുന്നത്. പക്ഷേ എന്നേക്കാൾ കഴിവുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എന്നേക്കാൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ ഓരോരുത്തരുടെയും ഒരു അപ്പിയറൻസും അവരുടെ ഒരു പെർഫോമൻസും ഒക്കെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ ഇവരിൽ നിന്ന് ഒന്നുമല്ല, എനിക്ക് ഒരിക്കലും കിട്ടാൻ യാതൊരു യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിൽ കരുതി. എങ്കിൽ പോലും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ മാതാവ് ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും എങ്ങനെ ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് കയറി ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു അത്ഭുതം എന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ നിറഞ്ഞ വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ് അവിടെ. എങ്ങനെ എനിക്ക് എനർജി വന്നു, എത്ര ഞാൻ ആക്റ്റീവായി എന്നെനിക്കറിയില്ല. അവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. നല്ല ഫ്ലുവൻ്റായിട്ടുള്ള ഇംഗ്ലീഷ് പറയാൻ അറിയുള്ളവർക്ക് മാത്രമുള്ള ഒരു ചാൻസ് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിലാണ്. പക്ഷേ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിഷ്പ്രയാസം ഒരു 1/4 മണിക്കൂറോളം തുടർന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കെന്നെ മറുപടി പറയാനും ആ വന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി ഓഫർ ലെറ്ററും അവരുടെ ഒരുപാട് അപ്രീസിയേഷനും കൂടി എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ ലഭിച്ചു. എനിക്കതിന് അത് ഒരിക്കലും എൻ്റെ കഴിവല്ല. കാരണം അവിടെ സംസാരിച്ചത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഞാനല്ല. കാരണം എനിക്ക് അത്രയും കഴിവില്ല. പക്ഷേ ആ ഒരു കഴിവ് എനിക്ക് നേടിത്തന്നത് എൻ്റെ മാതാവാണ്. എൻ്റെ മാതാവ് ആണ് എനിക്ക് വേണ്ടി സംസാരിച്ചതും ആ വാക്കുകളിലൂടെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞതും എൻ്റെ മാതാവാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ കഴിവൂടെ എനിക്ക് അങ്ങനെ കിട്ടി. പക്ഷേ അതിനുശേഷം ഒരുപാട് കടമ്പകളുണ്ട്. ഓഫർ ലെറ്റർ കിട്ടി എന്നും കാര്യം നമുക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരുപാട് പേപ്പർ വർക്കുകളും പിന്നെ പ്രോമെട്രി എന്ന് പറയുന്ന ഒരു എക്സാമും ഉണ്ട്. പ്രോമെട്രിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പഠിച്ചിറങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ എങ്ങനെ ഈ കടമ്പ കടക്കും? അതുകൊണ്ട് പ്രോമെട്രിയെ പറ്റി ആലോചിക്കുമ്പോൾ ഞാൻ പുസ്തകങ്ങൾ എടുത്ത് വെച്ചും ഓൺലൈനിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തും ഏജൻസി പറയുന്ന സമയമായിട്ടും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഒരു എക്സാമിന് തന്നെ 28,000 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. അപ്പോൾ ആ എക്സാം എനിക്ക് ഫെയിലായി കഴിഞ്ഞാൽ 2 പ്രാവശ്യം കൂടി എഴുതാം. പക്ഷേ എപ്പോഴും സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. എവിടെ നിന്ന് ഈ പൈസ കണ്ടെത്തും? അതുകൊണ്ടൊക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വളരെയേറെ ആദ്യത്തെ അറ്റൻഡിൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടുമോ അങ്ങനെയുള്ള സംശയമൊക്കെ കാരണം ഞാൻ എക്സാം എഴുതാതെ ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് നടന്നു. പക്ഷേ ഏജൻസിക്കാർ എന്നെ സമ്മർദ്ദം ചെലുത്തി എത്രയും പെട്ടെന്ന് എക്സാം എഴുതിയില്ലെങ്കിൽ ഈ ചാൻസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ തന്നെ എനിക്ക് വേണ്ടി ഒരു
ഒരു ഓഫ്ലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ ആ ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് 10 ദിവസം പോയി അവിടെ പോയി നിന്നു. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനകളോട്, കാരണം കഴിവിനപ്പുറം എൻ്റെ കഴിവുകളൊന്നുമില്ല. കാരണം ഞാൻ പഠിച്ചിറങ്ങിയ കുറേ കാലം കഴിഞ്ഞു, എൻ്റെ കഴിവുകളൊന്നുമില്ല. പക്ഷേ മാതാവ് ഇടപെട്ടാൽ മാത്രമേ എനിക്കൊരു ഈ ഒരു കടമ്പ കടന്നു കിട്ടാൻ പറ്റും 100% ഞാൻ വിശ്വസിച്ചു. കാരണം എനിക്ക് യാതൊരു മെറിറ്റുമില്ല, എല്ലാം മാതാവിൻ്റെ കഴിവ് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനകളിലും അതിൻ്റെ കൂടെ തന്നെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും എനിക്ക് അത്ഭുതങ്ങളായിരുന്നു. കാരണം പഠിച്ചിറങ്ങി ഫ്രഷ് ആയിട്ടുള്ള കുട്ടികൾ ഇരിക്കുമ്പോൾ അവരുടെ ഒപ്പം തന്നെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു സമാധാനവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. ഒക്ടോബർ 19 ആയിരുന്നു പരീക്ഷ. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. 11 മണിയാണ് സമയം കിട്ടിയത്. രാവിലെ കായംകുളത്തു നിന്നും 6:15 ഒരു ട്രെയിൻ കയറി അവിടെ രാവിലെ പ്രാർത്ഥന, ഞാൻ രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എൻ്റെ ട്രെയിൻ വരുന്നതിന് മുമ്പായിട്ട്, ഞാൻ പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു അടയാളം കാണിച്ചു തരണം. ആ അടയാളം കണ്ടുകൊണ്ട് വേണേൽ എനിക്ക് പോകാൻ. ആ അടയാളം കണ്ടിട്ട് പോയാൽ എനിക്ക് ഉറപ്പാണ് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റും. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ട്രെയിൻ പോകുന്ന സമയം വീട്ടുകാർ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തിരി അണയ്ക്കാൻ പറ്റുന്നില്ല, കാരണം എനിക്ക് അടയാളം കിട്ടുന്നില്ല. ഞാൻ പക്ഷേ തിരി അണച്ചു തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് എക്സാം നല്ല രീതിയിൽ പാസ്സാകാൻ പറ്റുമെന്ന്. എനിക്ക് ആ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് അവിടെ നിന്ന് കിട്ടി. തുടർന്ന് ഞാൻ പോകുന്ന വഴിക്കെല്ലാം ചൊല്ലിക്കൊണ്ട് നടന്നു. അവിടെ എക്സാം ഹാളിലെത്തിയപ്പോഴും വളരെ കോൺഫിഡൻസോടുകൂടി എനിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ചില സമയത്തൊക്കെ എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഞാൻ മാതാവിനെ പ്രാർത്ഥിക്കും. ഞാൻ മാതാവിനോട് പറയും, മാതാവേ, എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടുന്നില്ല, നീ എനിക്ക് കാണിച്ചു തരണമേ. എനിക്ക് എന്തോ മാജിക്ക് പോലെ ഒരു ഉത്തരം എനിക്ക് തെളിഞ്ഞു വരും. ഞാനത് ക്ലിക്ക് ചെയ്ത് 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞു ഞാൻ റിവൈസ് ചെയ്ത് നോക്കിയപ്പം ഞാൻ തെറ്റാണെന്ന് കരുതിയ പല ഉത്തരങ്ങളും അത് ശരിയായിട്ട് തന്നെ അത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആകുന്ന സമയം, എന്ന് മുതൽ ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ വരെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒരു 96 എന്നൊരു നമ്പർ പലതവണ, ഒന്നല്ല രണ്ടല്ല പല തവണ എനിക്ക് ആ നമ്പർ തെളിഞ്ഞു എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തരും. എനിക്ക് മാർക്ക് പാസ്സാകാൻ വേണ്ടി 60% മാർക്കാണ് വേണ്ടത്. പക്ഷേ 96 കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ 96% കിട്ടാനുള്ള യോഗ്യത എനിക്കുണ്ടോ. അത്രയും യോഗ്യത എനിക്കില്ല. 96 പോയിട്ട് 60% പോലും പാസ്സാകാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിട്ട് എനിക്ക് എന്താണ് ഈ 96 കാണുന്നത് എനിക്ക് മനസ്സിലായില്ല. പരീക്ഷ നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നേരം തന്നെ നമുക്ക് പാസ്സാണോ ഫെയിലാണോ എന്ന് കാണിക്കും. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ എനിക്ക് പാസ്സായെന്നുള്ള റിസൾട്ട് വന്നു. പാസ്സായ റിസൾട്ട് വന്നിട്ട് അവർ പറഞ്ഞ 1/2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് വരും. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു. മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് എൻ്റെ മാർക്ക് ലിസ്റ്റിനകത്ത് 96 മാർക്കാണ് എനിക്ക് അന്ന് കിട്ടിയത്. എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്നെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാതാവ് ആ മാർക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പം മാതാവ് നിശ്ചയിച്ചിരുന്നു എനിക്ക് 96 മാർക്ക് കിട്ടുമെന്നും ഈ പരീക്ഷയ്ക്ക് ആദ്യത്തെ അറ്റൻഡിൽ തന്നെ ഞാൻ ജയിക്കുമെന്നും മാതാവ് എനിക്ക് നേരത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു. പിന്നെയുള്ള ഒരുപാട് പേപ്പറുകളും കാര്യങ്ങൾക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട്, കാരണം മറ്റുള്ളവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം അവിടെ നിൽക്കുന്ന സമയത്ത് പോലും എൻ്റെ ഓരോ വർക്കുകളും മുമ്പോട്ട് വന്നു. ജനുവരി 2-ാം തീയതി എൻ്റെ മെഡിക്കൽ കഴിഞ്ഞു. മാർച്ച് 7-ാം തീയതി എനിക്ക് ടിക്കറ്റ് വരുമെന്നാണ് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനും മാതാവ് മുൻപേ ഇടപെട്ടു. എനിക്ക് മാർച്ച് 2-ാം തീയതി ടിക്കറ്റുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ അവിടെ വരും, സാക്ഷ്യം പറയും. എൻ്റെ വിസയും ടിക്കറ്റുമായിട്ട് വന്നിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ടിക്കറ്റ് വരാൻ താമസിക്കുകയാണ്. മെനങ്ങാന്നായിട്ട് എനിക്ക് ടിക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ അവർ ഡേറ്റ് പറഞ്ഞു 2-ാം തീയതി വരുമെന്ന്. അപ്പം ഞാൻ ഇന്നലെ രാവിലെ എഴുന്നേറ്റു. മെനങ്ങാൻ രാത്രി എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ നമുക്ക് എന്തായാലും സാക്ഷ്യം പറയാൻ പോകാം. സാക്ഷ്യം പറയുമ്പോഴത്തേക്ക് എൻ്റെ ടിക്കറ്റ് വന്നാലും വന്നില്ലേലും ഞാൻ 25-ാം തീയതി പോയി അമ്മയ്ക്ക് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി എൻ്റെ ഫോണിലേക്ക് മെയിൽ വന്നു, നിങ്ങൾക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മാർച്ച് 2-ാം തീയതി 4 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ ഖത്തറിലേക്ക് പോവുകയാണ്. നിസ്സാരമായിട്ടല്ല, ഖത്തർ മിനിസ്ട്രിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ്. ഇത്രയും കാലതാമസത്തിനിടയിൽ, അതായത് ഞാൻ പഠിച്ചിറങ്ങിയിട്ട് കുറേ വർഷമായി. ഇതിൻ്റെ ഇടയിൽ ഞാൻ പലതവണ പല ജോലികളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് ഫലവത്തായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ഒരു വളരെ സമയ ചുരുക്കത്തിനുള്ളിൽ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം മാതാവ് തന്നൊരു അനുഗ്രഹം മാത്രമാണ്. 100% ഞാൻ വിശ്വസിക്കുകയാണ് ഇത് മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഈ ജോലിയിൽ എന്നും ഞാൻ ഈ മാതാവിനോട്
കടപ്പെട്ടിരിക്കും. എൻ്റെ ജീവിതം മുഴുവനും മാതാവിനോടുള്ള സ്നേഹത്തിലും മാതാവിനോടുള്ള കടപ്പാടിലും മാത്രമായിരിക്കും ഇനി എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. എന്നും മാതാവിനെ അനുസരിച്ച് മുമ്പോട്ട് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രാർത്ഥനയോടും കൂടിയായിരിക്കും എൻ്റെ ഇനി മുമ്പോട്ടുള്ള ജീവിതങ്ങൾ. അതുകൊണ്ട് ഇത്രയൊക്കെ ഒരുപാട് എനിക്ക് പറയാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് രോഗസൗഖ്യത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കൊച്ചിലെ ഏകദേശം ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് എൻ്റെ ചെവിയിൽ എന്തോ ഞാൻ അശ്രദ്ധമായി എടുത്തിട്ട് എൻ്റെ ചെവിയിലൊരു ഇഞ്ചുറി ഉണ്ടായി, ഒരു ഹോളുണ്ടായി. അതിൽ നിന്ന് നിരന്തരം എപ്പോഴും ചൊറിച്ചിലും വേദനയും പഴുപ്പും വന്നുകൊണ്ടിരുന്നത്. അതിന് എല്ലാ വർഷവും 1-2 പ്രാവശ്യം ENT കാണുകയും ആൻറ്റിബയോട്ടിക് എടുക്കുകയും ഇറിഗേഷൻ വരെ ചെയ്തു. വളരെ ബുദ്ധിമുട്ടും IV ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നിയോഗം ഇവിടെ വന്ന് പറഞ്ഞപ്പം വെച്ച കൂട്ടത്തിൽ ആദ്യം വെച്ചതാണ് എൻ്റെ രോഗസൗഖ്യത്തെ പറ്റി. കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്ന എൻ്റെ ചെവിയുടെ ബുദ്ധിമുട്ട്, ഡോക്ടർമാരെ കാണിക്കും, ഡോക്ടർ പറയും പനി വരരുത്, ബുദ്ധിമുട്ട് വരരുത്, വന്നാലുടൻ തന്നെ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് എത്ര ചെയ്താലും സക്സസ് ആകത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കും ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷനെ പറ്റി ഒരു ഓപ്പറേഷൻ പോലും ചെയ്യാതെ എൻ്റെ ചെവിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം തരണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ ഉടമ്പടിക്ക് ശേഷം ഇന്നേ വരെ എനിക്കൊരു ENT കാണേണ്ട വരികയോ എൻ്റെ ചെവിയിൽ നിന്നും ഒരു പഴുപ്പോ വെള്ളമോ വരികയോ എൻ്റെ ചെവിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഇടപെടൽ നിമിത്തമാണ്. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനിയാണെങ്കിലും എൻ്റെ ആരോഗ്യത്തിനാണെങ്കിലും എൻ്റെ എല്ലാം ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ മാതാവ് പൊന്നുപോലെ കാത്തുകൊള്ളുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ നടപ്പിലും എടുപ്പിലും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ എന്ത് മനസ്സുകൊണ്ടെങ്കിലും ശകലം പോലും വിഷമിക്കുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, അമ്മ മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടും. അമ്മ മാതാവ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എല്ലാ ഭാഗത്തും എനിക്ക് ഒരുപാട് സംരക്ഷണം എൻ്റെ മാതാവ് തരുന്നുണ്ട്. എനിക്ക് അങ്ങോളം അതുണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പത്രം കൊടുക്കുന്നുണ്ട്. ഞാനൊരു പാലിയേറ്റീവ് നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഫീൽഡ് വിസിറ്റാണ് കൂടുതലും. നമ്മൾ ഫീൽഡിന് ചെല്ലുന്ന സമയത്ത് നമുക്ക് തന്നെ മനസ്സിനൊരു തോന്നലുണ്ടാകും, ഇവർക്ക് ഈ പത്രത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാവർക്കും ഒന്നും കൊടുക്കാറില്ല, പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവെക്കും. അതുപോലെ തന്നെ ഞാൻ അവർക്ക് പത്രം കൊടുക്കും, മാതാവിനെ പറ്റി പറയും. അതുകൊണ്ട് സ്റ്റാറ്റസ് വെക്കാറുണ്ട്. സ്റ്റാറ്റസ് വെക്കുമ്പോൾ പലരും എന്നോട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. അപ്പം ഞാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം അവരോട് പങ്കുവെക്കാറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എല്ലാം നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ധനസഹായം ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ഇങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സോഫിയ. ഞാൻ കരുമാലൂർ നിന്നാണ് വരുന്നത്. ഞാനിന്നിവിടെ നിൽക്കുന്നത് മാതാവ് വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനായിട്ടാണ്. ആദ്യമേ തന്നെ ഞാൻ പറയുന്നത് എനിക്ക് ലഭിച്ചൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. ഞാൻ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു TB ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ TB ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ UK-യിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ലണ്ടനിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ പോയി. അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് ഈ ലങ്സിൻ്റെ അപ്പർ ലോബിൽ ഒരു നൊഡ്യൂൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർമാർ പല സാധ്യതകൾ പറഞ്ഞു. ഈ ഒരു നൊഡ്യൂൾ വരാൻ ചിലപ്പോൾ മാരകമായ അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ നൊഡ്യൂൾ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ സ്ഥിരീകരിക്കാനായിട്ട് അവർ വേറൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞിരുന്നു. ഞാനപ്പോൾ ഉടമ്പടിയിലായിരുന്നു ആ സമയത്ത്. ഞാനപ്പോൾ മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും ഞാൻ തേൻ കഴിക്കുകയും അതേപോലെ തന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഞാൻ അവിടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും എക്സ്റേ എടുക്കുന്ന സ്ഥലത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ ആ എക്സ്റേയുടെ റിസൾട്ട് വന്നപ്പോൾ നോർമലായിരുന്നു. ഒരു നൊടിയോളും ഇല്ലാണ്ട് മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തി ഈശോ വഴി. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അടുത്തതായിട്ട് ഞാനിതേപോലെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിന് ശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടാനായിട്ട് ഏകദേശം മിനിമം 1 കൊല്ലം എടുക്കുമായിരുന്നു. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് ആ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ആ ഒരു പാത്ത് വേ വെട്ടിച്ചുരുക്കുകയും 3 മാസം കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ലഭിക്കുകയും ചെയ്തു.
അതേപോലെ തന്നെ ഈ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഒരു PT എക്സാം എഴുതണമായിരുന്നു വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ എക്സാം എഴുതാനായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയമാണ്. എനിക്ക് ആകെ 2 ആഴ്ച സമയമേ ഉള്ളൂ എക്സാമിന് പ്രിപ്പയർ ആവാനായിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ എക്സാമിന് പ്രിപ്പയർ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ സാറ് എന്നോട് പറഞ്ഞു, കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട, നമുക്ക് ഒന്നും കൂടെ എഴുതാം. ഞാൻ പക്ഷേ മാതാവിനോട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഇത്തവണ തന്നെ ആദ്യത്തെ എഴുത്തിന് തന്നെ എനിക്ക് എക്സാം ക്ലിയർ ആവണം. എനിക്ക് റൈറ്റിംഗ് എനിക്ക് ഒത്തിരി ടഫായിട്ട് തോന്നിയിരുന്നു. കാരണം ഈ essay ഒക്കെ എഴുതുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും, പക്ഷേ ഈ എഴുതാനുള്ള പോയിൻറ്റ്സ് കിട്ടാനായിട്ട് ഒത്തിരി പാടായിരുന്നു. ഞാനപ്പോൾ എക്സാമിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു എക്സാമിനറുടെ പേര് മേരി എന്നായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം ലഭിച്ചിരുന്നു. അപ്പോൾ ആ മേരി എന്ന് പറയുന്ന സ്ത്രീ എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എന്നെ വിളിച്ചത് അതിൻ്റെ അപ്പുറത്തിരുന്നൊരു ലേഡിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാണ് എൻ്റെ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ അവരൊരു കൊന്തയൊക്കെ ധരിച്ചൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായി. അങ്ങനെ ഞാൻ എക്സാം എഴുതാൻ പോയ സ്ഥലത്ത് ഞാൻ ഇതുപോലെ ഉപ്പ് വിതറി ഞാൻ പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാമിനിരുന്നത്. ഞാൻ തൈലവും പൂശിയിരുന്നു. അപ്പോൾ ഞാൻ എക്സാം എഴുതി. റൈറ്റിംഗ് ഒക്കെ essay വന്നപ്പോഴാണെങ്കിൽ എനിക്ക് എളുപ്പമുള്ളൊരു ടോപ്പിക്കായിരുന്നു കിട്ടിയത്. അതേപോലെ തന്നെ എഴുതേണ്ട പോയിൻറ്റുകൾ അടക്കം ആ essayയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വേഗം എക്സാമിന് കറക്റ്റ് സമയത്ത് തീർക്കാനും പറ്റി. എനിക്ക് റീഡിങ്ങിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ അവസാനത്തെ ഒരു 6 ക്വസ്റ്റ്യൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എല്ലാവരും പറയും ആ ഒരു റീഡിങ്ങിൻ്റെ ആ ഒരു 10 ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. വേറെ എന്ത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും അത് അറ്റൻഡ് ചെയ്യണം, അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല എന്നാണ് സാറ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഇതേപോലെ എക്സാം കഴിഞ്ഞ് ഞാൻ നേരെ പള്ളിയിലോട്ടാണ് പോയത്. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ കൊന്ത ധരിച്ചിരുന്ന ആ ഒരു സ്ത്രീ അവിടെ വന്നിരുന്നു. അവരെന്നോട് സംസാരിക്കുകയും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ സാധിച്ചു. അടുത്തതായിട്ട് ഈ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങിനായിട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ച കാര്യമാണ്. ഞാൻ ഒത്തിരി ജോലികൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഇട്ടിരുന്നു. ഒരു 6 മാസത്തോളം ജോലികൾക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഇടും, പക്ഷേ എല്ലാം തന്നെ റിജക്ഷനാണ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനിവിടെ ഡിസംബർ 17 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അവരും വളരെ പോസിറ്റീവ് റെസ്പോൺസൊക്കെയാണ് തന്നത്. പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ അതും റിജക്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കിട്ടിയ സ്ഥലം ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ദൂരെയുള്ളൊരു സ്ഥലത്തായിരുന്നു. എന്നാലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടം വന്നപ്പോൾ എൻ്റെ മമ്മിയൊക്കെ എന്നോട് പറഞ്ഞു, അതോർത്ത് വിഷമിക്കേണ്ട, ദൈവത്തിന് ഹിതമുണ്ടായിരിക്കില്ല നീ അവിടെ ചെല്ലണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. അതെൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ മാതാവ് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ തരികയും എനിക്ക് ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാവുകയും എനിക്കിപ്പോൾ അവിടെ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ അവിടെ ഒരു വീട് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് എനിക്കിങ്ങനെ പള്ളിയിൽ പോകാൻ സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് തന്നെ അടുത്തുള്ളൊരു വീട് ലഭിക്കണമേ എന്ന്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഒരു വീട് ലഭിച്ചു. അപ്പോൾ അത് പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റോഡ് ക്രോസ് ചെയ്താൽ നമുക്കെന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലത്ത് തന്നെ മാതാവ് എനിക്ക് വീട് ഒരുക്കി തന്നു. ഇത്രയെല്ലാമാണ് മാതാവ് വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. എൻ്റെ ജീവിതത്തിലൊരു 5-6 കൊല്ലമായിട്ട് ഒത്തിരി വിഷമ പ്രതിസന്ധികളിലൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന 2 പേരുടെ വിയോഗങ്ങളും ആ ഒരു സമയത്തെല്ലാം ഞാൻ അവിടെ UK ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നതും ആ ഒരു സമയത്ത് ഞാൻ കൂടുതൽ അടുക്കുകയും എനിക്ക് എപ്പോഴും പള്ളിയിൽ പോകാനായിട്ട്, അതിന് മുന്നേയൊക്കെ പള്ളിയിൽ അങ്ങനെ പോകണം ഞായറാഴ്ച മാത്രം പോകുമായിരുന്നുള്ളൂ. പക്ഷേ UK സമയത്ത് ഒത്തിരി ദൂരെയാണ് പള്ളിയെങ്കിലും എന്നും നടന്ന് ഉച്ചയ്ക്ക് 12 മണിയുടെ കുർബാനയ്ക്ക് പോകാനും കൂടുതൽ സമയം അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനും കരുണക്കൊന്ത ചെല്ലുവാനും മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. അപ്പോൾ ഈ ഒരു വേദനകളിലൂടെയൊക്കെ ആണെങ്കിലും ദൈവം എന്നെ ദൈവത്തിലോട്ട് കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഏതൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും മാതാവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം എപ്പോഴും ഉണ്ട്. എന്ത് വന്നാലും ദൈവം കൂടെയുണ്ട്. ഇപ്പോൾ ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ പോലും അത് ദൈവത്തിൻ്റെ ഹിതമല്ല, ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്നും തരുള്ളൂ. എന്തും സഹിക്കാനുള്ള ശക്തി നമുക്ക് ദൈവം തരുന്നുള്ളൊരു ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ എന്നും പള്ളിയിൽ പോവും. അതേപോലെ തന്നെ എൻ്റെ ജോലി സ്ഥലത്തായാലും ഈശോനെക്കുറിച്ച് പറയുകയും അവരോട് നമ്മളവിടെ ഇരുന്ന് ഒരുമിച്ച് കൊന്ത ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് കടയിലൊക്കെ പോകുമ്പോഴും പോകുന്ന വഴിക്കെല്ലാം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനും നമുക്ക് അവിടെയുള്ളവർക്ക് ഹോസ്പിറ്റലിൽ പോയി പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാനെന്നും പ്രതിഷീകരണ പ്രാർത്ഥന ചൊല്ലും. അതേപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കും. പറ്റുന്ന സമയങ്ങളെല്ലാം കുമ്പസാരിക്കും, പള്ളിയിൽ പോവും. ഇതെല്ലാമാണ് മാതാവ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. യേശുവേ നന്ദി, യേശുവേ സ്തുതി.